ഹലോ സുഹൃത്തുക്കളെ, ടെക് ബ്രീഫ് കേരളയിലേക്ക് സ്വാഗതം. ഹാം റേഡിയോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? പ്രളയമോ ഭൂകമ്പമോ വരുമ്പോൾ, മൊബൈൽ ടവറുകൾ വീഴുമ്പോൾ അപ്പോൾ മാത്രം രംഗത്തിറങ്ങുന്ന ഏതോ ഒരു വയർലെസ് സെറ്റ് അല്ലേ? എന്നാൽ കേട്ടോ, അങ്ങനെയല്ല. അത് ഹാം റേഡിയോ എന്ന അത്ഭുത ലോകത്തിൻ്റെ വെറും ഒരു ശതമാനം മാത്രമാണ്. ദുരന്ത മുഖങ്ങളിൽ മാത്രമല്ല ഹാം റേഡിയോ ഉപയോഗിക്കുന്നത്. അതിനപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക ഹോബികളിൽ ഒന്നാണ് ഈ ഹാം റേഡിയോ എന്ന് പറയുന്നത്. ഇതെന്താണെന്നല്ലേ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിക്കളയാം. ലളിതമായിട്ട് പറഞ്ഞാൽ, ഇൻ്റർനെറ്റോ മൊബൈൽ നെറ്റ്വർക്കോ സാറ്റലൈറ്റുകളോ ഒന്നും ഉപയോഗിക്കാതെ സ്വന്തമായി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് ലോകത്തിൻ്റെ മറുപുറത്തുള്ള ഒരാളോട് വായുവിലൂടെ, എയറിലൂടെ സംസാരിക്കുന്ന ഒരു വിദ്യയാണിത്. പക്ഷേ ഇതൊരു വെറും ഫോൺ കോൾ പോലെ അല്ല. ഇതൊരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വക്കീലന്മാരുണ്ട്, അധ്യാപകരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. അങ്ങനെ പല മേഖലയിലുള്ളവർ ഒരു ഫ്രീക്വൻസിയിൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആഗോള കൂട്ടായ്മയാണ് കേട്ടോ. അതിർത്തികളില്ലാത്ത സൗഹൃദ വലയമാണ്. ഇനി എന്താണ് ഇതിനകത്തെ സയൻസും ടെക്നോളജിയും? ഒരു ഹാം ഓപ്പറേറ്റർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും ഇലക്ട്രോണിക്സും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യകതയാണ്. ചുമ്മാ ഒരു വാക്കി ടോക്കി വാങ്ങി സംസാരിക്കുന്നതല്ല ഇത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അന്തരീക്ഷ ശാസ്ത്രം, അതായത് അയണോസ്ഫിയർ, നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ റേഡിയോ തരംഗങ്ങൾ ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ മുകളിലുള്ള അയോണോസ്ഫിയറിൽ എന്ന അന്തരീക്ഷ പാളിയിൽ തട്ടി അത് പ്രതിഫലിച്ചാണ് അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള ആളുകളുടെ അടുത്തെത്തുന്നത്. പകൽ സമയത്ത് ഏത് തരംഗം ഉപയോഗിക്കണം, രാത്രിയാകുമ്പോൾ ഡീലെയർ അപ്രത്യക്ഷമാകുമ്പോൾ ഫ്രീക്വൻസി എങ്ങനെ മാറ്റണം എന്നിവയൊക്കെ നമ്മൾ പഠിക്കുന്നത് പക്ക സയൻസാണ്. അതല്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ നടക്കുന്നുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യകതയാണ്. പിന്നെ ഇതിൽ ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗമാണ് കേട്ടോ. കടയിൽ പോയി സാധനം വാങ്ങുന്നതിലല്ല, സ്വന്തമായിട്ട് ഒരു ആൻറ്റിന ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ലീനിയർ ആംപ്ലിഫയർ സർക്യൂട്ട് അതിൻ്റെ ഒരു ബോർഡ് സോൾഡർ ചെയ്ത് ഉണ്ടാക്കി അതിലൂടെ ദൂരെയുള്ള ഒരു സിഗ്നൽ പിടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു തൃപ്തിയൊക്കെ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വേറെ ഒന്നിനും തരാൻ കഴിയില്ല. അതെന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോം ബ്രൂവർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. പിന്നെ ഭൂമിയിലെ ആശയവിനിമയം മാത്രമല്ല, ബഹിരാകാശത്ത് കറങ്ങുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ബഹിരാകാശ പറ്റും. അത് ഹാം ഓപ്പറേറ്റേഴ്സിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിലും വലിയ ടെക്നോളജി വേറെ എന്താണ് വേണ്ടത് പറയും. ഇതൊക്കെയാണ് ഹാം. അല്ലാതെ പ്രളയത്തിൽ മാത്രം ഒരു കളിപ്പാട്ടം പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് ചില നിയമവശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് നിയമവിധേയമായ ഒരു ഹോബിയാണ് എന്നുള്ളതാണ്. ഭാരത സർക്കാരിൻ്റെ ടെലികോം മന്ത്രാലയം നടത്തുന്ന അമച്ചർ സ്റ്റേഷൻ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് പരീക്ഷ പാസ്സായി കൃത്യമായ ലൈസൻസും കോൾ സൈനും വാങ്ങിയവർക്ക് മാത്രമേ ഈ ആകാശ ലോകത്തേക്ക് പ്രവേശനമുള്ളൂ. അല്ലാതെ റോഡിൽ കൂടെ പോകുന്ന ഔസേപ്പേട്ടനും ചാണ്ടിക്കും കൊച്ചൗസേപ്പിനും ഒന്നും പറ്റിയ ഒരു സംഭവമല്ല ഇത്. ഇത് അന്തസ്സുള്ളവരുടെ, അറിവുള്ളവരുടെ ഒരു ഹോബിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഹാം റേഡിയോ എന്ന് പറയുന്നത് വെറും ഒരു ദുരന്ത നിവാരണ ഉപാധിയല്ല, മറിച്ച് റേഡിയോ തരംഗങ്ങളെ പ്രണയിക്കുന്നവരുടെ, ശാസ്ത്രത്തെ നെഞ്ചിലേറ്റുന്നവരുടെ ഒരു വികാരമാണ്, വികാര കേന്ദ്രവുമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ശുഭദിനം.